Hi, God bless you all of you. How are you all? It's me, Shinu Sheikh Abdul Qadir. ഇന്നലെ നമ്മുടെ രാജ്യത്തെ നടക്കിയ അതിദാരുണമായ ഒരു ദുരന്തം, ഒരു ഫ്ലൈറ്റ് ക്രാഷ് സംഭവിക്കുകയുണ്ടായി. അഹമ്മദാബാദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലത്തു നിന്നും ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്ത് ഓരോ നിയമങ്ങളുണ്ട്. സേഫ്റ്റിക്ക് ഒരുപാട് നിയമങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യവും. എന്നിട്ടും കൂടി ഇത് സംഭവിച്ചു. അതായത് നമ്മൾ സാധാരണ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഉപരിയായിട്ട് വെള്ളത്തിലൂടെ പോകുന്ന കപ്പലുകൾക്കും ആകാശത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ ഒരുപാട് റോഡ് സാനിറ്റേഷൻ സ്കൂളാണ്. കാരണം അവർക്കൊക്കെ സമ്മർദ്ദനങ്ങൾ, മർദ്ദങ്ങൾ, ഫോഴ്സുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള വാഹനങ്ങൾക്ക്, കപ്പലിനായാലും ഫ്ലൈറ്റിനായാലും. അപ്പോൾ അവർക്കൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സംഭവം കുറച്ച് കൂടുതൽ, ഗൈഡ് കൂടുതലാണ്. അവർക്ക് ഡെയിലി അതിൻ്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫിറ്റ്നസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ്, റോഡ് സാനിറ്റേഷൻസ് കംപ്ലീറ്റ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഒരു ഫ്ലൈറ്റിൽ ആളുകളെ കയറ്റാൻ ആരംഭിക്കുന്നത്. അപ്പോൾ തികച്ചും വേദനാജനകമായിട്ടുള്ള, ഇന്നലെ മരണപ്പെട്ട അവരുടെ ഭൗതിക ശരീരത്തിലൊരു പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് കപ്പലുകൾക്കും ഫ്ലൈറ്റുകൾക്കും ഒരു ഡ്യൂറേഷൻ, അതായത് ഇത്ര വർഷം, ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം, അതിൽ കൂടുതൽ ഒരു ഫ്ലൈറ്റ് ആയാലും ഒരു കപ്പലായാലും ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന വന്നാൽ അത് ഒരുപാട് ബെറ്റർ ആയിരിക്കും. ഇനിയുള്ള ജീവനുകൾ പൊഴിയുന്നതിൽ അതിൻ്റെ ക്രമങ്ങൾ കുറയ്ക്കാൻ അത് കാരണമാകും. എല്ലാ പ്രാവശ്യവും ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് സർവീസ്. ഞാൻ ഒരുപാട് ഫ്ലൈറ്റ് സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയുന്നതാണ്, ഏറ്റവും മോശപ്പെട്ട സർവീസാണ് എയർ ഇന്ത്യ. കാരണം ഇന്നലത്തെ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് AC വരെ വർക്ക് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒന്ന് ഒച്ചയെടുത്തെങ്കിൽ, ഇത് നമ്മൾ പറയാവുന്നത് പോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഒന്ന് അത് പറയാമായിരുന്നു, അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് അവർ കെയർ ചെയ്യാതെ ആയിരിക്കാം. ആ ഫ്ലൈറ്റിൻ്റെ കാലപ്പഴക്കം 11 വർഷം. ലണ്ടനിലേക്ക് 10 hours എബവ് ഫ്ലൈ ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റാണ്. അത് പറന്നുയർന്ന് ഏതാനും ഒരു മിനിറ്റ്, 1-2 മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ അത് വീണ് അവിടെ സ്ഫോടനം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യന്ത്ര തകരാറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്നും ആലോചിക്കാതെ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ, ഇത്തരത്തിലുള്ള കാലപ്പഴക്കം ചെന്ന ഫ്ലൈറ്റ് സർവീസുകൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനുള്ള ആക്ഷൻസ് എടുക്കുകയും അതിനുള്ള അതിനുള്ള സേഫ്റ്റി ആൻഡ് സംഭവങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്താൽ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായാൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും, ഒന്നും കൂടി നല്ലതായിരിക്കും. ഫ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുടെ ജീവനല്ല. കാരണം താഴെ വീണാൽ ഒന്നും അറിയാത്ത ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. ഹോസ്റ്റലിൽ വീണു. ഏകദേശം 100-300 പേരെന്നാണ് കണക്ക് പറയുന്നത്. കൂടുതലായിരിക്കും. കാരണം അവിടെ പരിസര പ്രദേശങ്ങളിലായിട്ട് പല സംഭവങ്ങളിലും ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാവുമായിരിക്കും. അവരൊക്കെ ഇതിൽ ബലിയാടാവുകയാണ്. ഒരു കമ്പനിയുടെ സ്വാർത്ഥ ലാഭത്തിൻ്റെ മുന്നോടിയായി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഒരുപാട് പാസഞ്ചേഴ്സിൻ്റെ മാത്രമല്ല ഒരുപാട് ആളുകളുടെയും ജീവൻ അതിന് പകരമായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ വരികയും അതിന് നോക്കുകയും ചെയ്യേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. താങ്ക് യു. ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ.